കേരള സ്റ്റോറി ഇടുക്കി രൂപത അവിടെ 10-12 ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ലവ് ജിഹാദ് ഉണ്ട്, അതിനെക്കുറിച്ചൊരു അവബോധം ഉണ്ടാക്കുകയാണ് ലക്ഷ്യമെന്നാണ് രൂപത പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയാണ് കാണുന്നത്? പാർട്ടിയുടെ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരള സ്റ്റോറി സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ്. ഇതൊരു യഥാർത്ഥ സ്റ്റോറി അല്ല, ഇതൊരു കെട്ടിച്ചമച്ച സ്റ്റോറിയായിട്ടാണ് കണ്ടവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും സമൂഹത്തെ ഭിന്നിപ്പിക്കാനുമുള്ള നടപടികളിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റൊരു കാര്യം, പ്രകടന പത്രികയിൽ കോൺഗ്രസിൻ്റെ CAA പിൻവലിക്കും, അത്തരത്തിലുള്ള നീക്കം ഉണ്ടാകില്ല എന്ന് പരസ്യമായി പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ പോസ്റ്ററുകളിൽ അങ്ങനെ ഒരു കാര്യം എടുത്ത് പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ? 2019 CAA വന്ന സമയം തന്നെ കോൺഗ്രസ് പറഞ്ഞതാണ്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ CAA പിൻവലിക്കും എന്നുള്ളത്. പ്രകടന പത്രികയിൽ എല്ലാ കാര്യവും എഴുതാൻ കഴിയില്ല. 10 വർഷത്തെ മോഡി ഭരണത്തിൻ്റെ കീഴിൽ ഏത് തരത്തിലുള്ള കരിനിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ അതെല്ലാം പിൻവലിക്കുമെന്ന് വളരെ വ്യക്തമായി തന്നെ പ്രകടന പത്രികയിൽ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അത് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഞങ്ങളുടെ ഇന്ത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ CAA പിൻവലിക്കും. നാളെ ഈ CAA ബന്ധപ്പെട്ട സുപ്രീം കോടതിയിൽ എൻ്റെ കേസ് വരുന്നുണ്ട്. ഞാനും മുസ്ലിം ലീഗുമാണ് ഇത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് കൊടുത്തിട്ടുള്ളത്. ഒരു CPM നേതാവും പാർട്ടിയും ഇതുവരെ കേസ് കൊടുത്തിട്ടില്ല. ആകെ കൊടുത്ത് അന്നത്തെ പ്രതിപക്ഷ നേതാവായി ഞാനും മുസ്ലിം ലീഗുമാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് CAA കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ വേണ്ടി വർഗീയ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞ് നടക്കുന്നത്. അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പോകുന്നില്ല. ഇവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനാണ് മോഡി ശ്രമിക്കുന്നത്. മറ്റൊരു ധ്രുവീകരണം ഉണ്ടാക്കാനാണ് പിണറായി ശ്രമിക്കുന്നത്. ഈ രണ്ട് ധ്രുവീകരണവും കേരളത്തിൻ്റെ മണ്ണിൽ നടപ്പാക്കാൻ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഒന്നുമല്ല. ആ പ്രകടന പത്രികയിൽ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നരേന്ദ്രമോദി കൊണ്ടുവന്ന കരിനിയമങ്ങൾ, ആർട്ടിക്കിൾ 370, അതോടൊപ്പം തന്നെ ഏക സിവിൽ കോഡ്, ഇത് CAA തുടങ്ങിയിട്ടുള്ള നിരവധി നിയമങ്ങളുണ്ട്, കരിനിയമങ്ങൾ. അതെല്ലാം പിൻവലിക്കുമെന്ന് വ്യക്തമായി കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതിനകത്ത് ആശങ്കയുടെ യാതൊരു കാര്യവുമില്ല. മാത്രവുമല്ല, രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പ്രസിഡൻറ്റും നേരത്തെ തന്നെ ഇത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പിൻവലിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനതിനെ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്.